ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് വീഡിയോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ഡേ മൈ ലൈഫ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല. ഞാൻ കൊല്ലത്ത് പോയപ്പോൾ അവിടുത്തെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ എടുത്ത വീഡിയോ ആണ്. പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ നാളായി. അതായത് നമ്മൾ എന്താ പറയുക, ഏട്ടൻ ശബരിമലയിൽ പോയല്ലോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അന്നേരം എടുത്ത വീഡിയോ ആണ്. നമുക്ക് ഇപ്പോഴാണ് ആ വീഡിയോ കിട്ടിയത്. അമ്മയുടെ ഫോണിൽ നിന്ന് ഇപ്പോഴാണ് ഞാൻ സെൻഡ് ചെയ്ത് മേടിച്ചത്. അപ്പം അതുകൊണ്ട് കുറേ ലേറ്റ് ആയിട്ടുണ്ട് അല്ലേ, വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കാട്ടോ. അപ്പം വലിച്ചു നീട്ടലും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുപ്പിച്ചിപ്പോൾ 2-3 ദിവസം കൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഫോണിൽ ബാലൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അതുപോലെ ഏട്ടൻ അവിടെ ഇല്ലായിരുന്നു, ഏട്ടൻ ഇവിടെ ആയിരുന്നു. അപ്പം ബാലൻസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ കരുതി അമ്മേൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ്. അപ്പോൾ അമ്മേൻ്റെ ഫോണിലും എൻ്റെ ഫോണിലും ഒരേപോലെ ബാലൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്താ പറയുക, നേരത്തെ തന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴത്തെ വീഡിയോ, ഇനി ഇടുന്ന വീഡിയോസിനൊക്കെ തരണം. ഇപ്പം നമുക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം ആരും തരുന്നില്ല. എല്ലാവരും നമ്മളെ മറന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്ലീസ് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അനിയുടെ നല്ല ഉറക്കമായതുകൊണ്ട് ഞാനൊന്ന് തുണിത്തൊട്ടിലേക്ക് കിടത്തിയേക്കുവാണ് കേട്ടോ. അപ്പം ഇവിടെയും നമ്മുടെ സന്ദീപേട്ടൻ്റെ വീട്ടിലും തുണിത്തൊട്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്താണെങ്കിൽ മോൾ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം അവൾ ബാക്കിൽ ആടുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് നാട്ടി വിട്ടിട്ടാണ് വന്നത്. കാരണം നമ്മൾ ആട്ടുന്നുണ്ടെന്നുള്ളൊരു ഇത് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറങ്ങിക്കൊള്ളും. അപ്പം നമുക്ക് ഇതെല്ലാം ഒതുക്കി പറക്കി വെക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പം എൻ്റെ ഈ വീട്ടിലെയും അതുപോലെ തന്നെ അവിടുത്തെ പത്തനംതിട്ടയിലെ വീട്ടിലെയും ഇത് വേണം എന്നുണ്ടെങ്കിൽ, ഹോം ടൂർ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. നമ്മൾ ഹോം ടൂർ നടത്താം. ഹോം ടൂർ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അടുക്കള, ഇതാണ് കേട്ടോ അടുക്കള. അടുക്കളയിലോട്ട് വന്നു. ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അടുക്കി പറക്കി വെക്കണം. പിന്നെ ഇവിടെ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം നമുക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാം. ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെയായിട്ട് നമ്മൾ സ്റ്റാൻഡ് വരുന്നുണ്ട് പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതായത് സ്ഥലങ്ങളിൽ നമുക്ക് എടുത്ത് വെക്കാം. പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട്, ഞാൻ അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്ത് പുറത്തോട്ട് വെച്ചപ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് അതായത് സ്പേസിലോട്ട് വെച്ച് ചെയ്യാം. ഞാൻ എന്തായാലും അമ്മ വീട്ടിലുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്, അതായത് തിങ്കളാഴ്ച വീട്ടിലുണ്ട്. അപ്പോൾ അഞ്ചുമോളെ കുറച്ച് പാത്രങ്ങളൊക്കെ വക്കേരിയിലോട്ട് മാറ്റി വെക്കുന്നത്. അതായത് ഇങ്ങനെ ചായ ചരുവം ചായ ഉണ്ടാക്കുന്ന പിന്നെ അതുപോലെ ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് വക്കേരിയിലോട്ട് കൊണ്ടുവന്ന് മാറ്റി വെച്ച് ഉണക്കി എടുത്തിട്ടാണ് അടുത്ത് കബോർഡിൽ കൊണ്ടു വെക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ഞാൻ ഇതെല്ലാം ഒന്ന് കൊണ്ടു വെച്ചിട്ട് അപ്പോൾ എനിക്കൊരു കലവും കൂടി കഴുകാനുണ്ട്. ബാക്കി എല്ലാം കഴുകി ആ കലത്തിനൊക്കെ നമ്മൾ കലമൊക്കെ കഴുകി. ഇനി എന്ന് പറയുന്നത് വേറെ, നമ്മൾ ഇവിടെ ഒന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കണം. ഫുള്ള് അലമ്പായി കൊടുക്കും. അവിടെ ഒന്ന് വൃത്തിയാക്കണം. അഞ്ചേമോട്ട് ഒട്ടി ചെറുതായി എണീറ്റില്ല. നമുക്കിവിടെ ഒന്ന് കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു മീൻ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഞാൻ റോക്കി, അതായത് ഞങ്ങളുടെ ഇവിടുത്തെ പട്ടി മീനുണ്ടെങ്കിൽ ഫുഡ് കഴിക്കും. മീനോ അല്ലെങ്കിൽ മുട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കും. നമുക്ക് മീൻ വറക്കണം. അതിന് വേണ്ടി മാത്രമല്ല, നമുക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീനുള്ളത് എടുത്തൊന്ന് വറുക്കണം. പപ്പടം കാച്ചിരിപ്പുണ്ട്, പിന്നെ മീൻകറി കുറച്ചിരിപ്പുണ്ട്, പിന്നെന്താണ് അവിയൽ ഞാൻ വെച്ചു. നമുക്കിനി അത് ചെയ്യണം. കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി
വറുക്കാം. മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ വൃത്തിയാക്കാം കേട്ടോ. മീനെല്ലാം വൃത്തി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വരഞ്ഞ് മീൻ അതിന് മസാലയൊക്കെ പിടിപ്പിച്ച് വറുക്കാനെടുക്കാം. ഒരെണ്ണേ ഉള്ളൂ. ഒരു ചെറിയൊരു ഐഡിയായിട്ട് ഇവിടെ അമ്മയ്ക്ക് പിന്നെ മീൻ വേണമെന്നില്ല. എനിക്കും വലിയ പപ്പടം ഉണ്ടായതുകൊണ്ട് എനിക്കും മീൻ വേണം വലിയ നിർബന്ധമില്ല. പിന്നെ നമ്മുടെ എടുത്ത തട്ടിക്കൂട്ടന് വേണം. ജോലികളെല്ലാം ഒരുവിധം ഒതുങ്ങി ഞാൻ മീൻ വറുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പം അതും കൂടെ ഒന്ന് ശരിയായി കിട്ടണം. അഞ്ചുമോൾ എഴുന്നേറ്റായിരുന്നു. പിന്നെ എന്താ അപ്പം നമുക്ക് ഇനിയിപ്പം നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. അപ്പോൾ ഈ മീനാവുന്ന സമയം നമുക്ക് സിറ്റ് ഔട്ട് പോയി തൂക്കാം. അപ്പം നമ്മുടെ തൂപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് കയറുന്നു. എനിക്കെൻ്റെ മുടിയൊക്കെ ഒന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കണം. കയറി വന്ന് അപ്പം അൻപിമോളാണെന്ന് അൻപിമോളെ ഞാൻ റൂമിൽ ഇതാ എൻ്റെ റൂം കേട്ടോ കിടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു എന്താ തൊട്ടി ഉണ്ടായിരുന്നു. തൊട്ടിലുണ്ടായിരുന്നു റൂമിൽ. അതാണ് വാങ്ങിച്ച തൊട്ടിൽ. അപ്പം അൻപിമോള് എന്നെ നോക്കി കിടക്കുക. അപ്പം ഞാൻ അൻപിമോളുടെ വീഡിയോ എന്താണ് ആൾ ഉടുപ്പിട്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ചൂടല്ല, അങ്ങനെ ഉടുപ്പിട്ടിട്ടില്ല. അപ്പം ആളിവിടെ കിടന്ന് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിൻ്റെ മുടിയിൽ എങ്ങനെയൊന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കണം. അൻവി ഒരു ഹായ് പറയൂ. പറ അൻവി, നിൻ്റെ യൂട്യൂബ് ചാനലാണ്. നീ ഹായ് പറ. ദേ നോക്ക്, നോക്കി ആള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും കേട്ടോ. റൂമിൽ പെയിൻറ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കും ആളിരുന്ന്. ആൾ ഫോണിലൊക്കെ നോക്കുന്നില്ല. ഓക്കെ അമ്മേ, അവനിവിടെ കിടക്കുന്നു. അപ്പം ഞാൻ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കാമെന്ന് കരുതി. കാരണം ഒരു തുണി നിലത്ത് വീണേ. അപ്പം ഞാൻ തലമുടിയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ കരുതി. ഞാൻ ഒരു നേരത്തെ എൻ്റെ ഡെലിവറിക്ക് മുന്നേ ഞാൻ വേറെ ഒരു എണ്ണയായിരുന്നു തേച്ചുകൊണ്ടിരുന്നത്. അമ്മല അതിൻ്റെ ഒരു എണ്ണയായിരുന്നു തേച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പാരഷൂട്ടിൻ്റെ എണ്ണയായി. അപ്പം ഇവിടുന്ന് ഞാൻ 3 മാസം കഴിഞ്ഞ് ഹെഡൻ്റെ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കിനും അവിടുത്തെ എനിക്കറിയില്ല, അവിടുത്തെ വെള്ളത്തിൻ്റെ തണുപ്പും കാര്യങ്ങളും അവിടുത്തെ വെള്ളത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും. ഇപ്പം നമ്മൾ 6 മാസം വരെ വെള്ളം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അവിടെ പോകുമ്പോഴത്തേനും മുടി നന്നായിട്ട് കൊഴിയും. നല്ല രീതിക്ക് മുടി കൊഴിയുന്നുണ്ട്. അപ്പം ഞാൻ എണ്ണ തേച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കാനില്ല. അമ്മ ഒരു 6:30 6:30 ആകുമ്പോഴത്തേക്കും വരും. കുളിക്കാനേ പറ്റും. രാവിലെ അമ്മ നേരത്തെ പോവുകയും ചെയ്തു. ഇവിടെ ആണെങ്കിൽ ആരുടെ കയ്യിൽ ഇരിക്കാത്ത കാരണം ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ്റെ കയ്യിലൊന്നും ഇരുന്നോളുമായിരുന്നു. ഏട്ടനില്ലാത്തത് കൊണ്ട് അവരുടെ കയ്യിൽ ഇരിക്കാത്ത കാരണം നമുക്ക് രാവിലത്തെ അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ആയിരുന്നു നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ നടക്കുമായിരുന്നു. ഒരുപാട് മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്കൊക്കെ മുടി കൊഴിച്ചിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഇതാ കണ്ടോ ഇത്രച്ച് വെച്ചാണ് ഓരോ ട്രിപ്പ് ഉടക്ക് മാറ്റുമ്പോഴും കൊഴിഞ്ഞിരുന്നു. ഇത്രയും വെച്ചിട്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ചെടുത്ത് ഇപ്പം ഞാൻ മാറ്റിയിട്ട് കണ്ടോ ഇത്രയും വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നല്ല രീതിക്ക് ആദ്യം ഒരു ട്രിപ്പ് ഞാനിങ്ങനെ എണ്ണ തേച്ചിട്ട് ചെറിയ രീതിക്ക് ഉടക്ക് മാറ്റി വെച്ചപ്പോഴത്തേനും ഇതിന് ഒത്തിരി മുടി എണ്ണ മാറ്റിയതിൻ്റെത് എന്തായിരുന്നു വെള്ളത്തിൻ്റെ ഒക്കെ ആയിരിക്കാം, അറിയില്ല.
നല്ലതായിട്ട് മുടി പോകുന്നുണ്ട്. ഒഴിവനുസരിച്ച് കിളിച്ച് വരട്ടെ എന്ന് എഴുതിയിട്ട് എണ്ണ നന്നായിട്ട് വായിക്കുന്നു. എനിക്ക് തന്നെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ തീർച്ചയാ പോകുന്നു, എനിക്കറിയില്ല. ഇത്രയും വെച്ചിട്ടാണ് മുടി പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എണ്ണ വെച്ചിട്ടറിയില്ല, മുകളിലോട്ട് വെച്ചിട്ട് കെട്ടി വയ്ക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനി എന്തായാലും ഞാൻ ഇനിയിപ്പം അമ്മ വന്നു കഴിഞ്ഞിട്ട് കുളിക്കാൻ കയറാൻ പറ്റത്തുള്ളൂ. നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പറ്റില്ല. അൻവി അറിയുന്നില്ല, ഒരു വല്ലാത്ത മുഖത്തോടുകൂടി കിടക്കുന്നു. അപ്പോൾ കരുന്നതിന് മുന്നേ ഞാൻ പാലൊക്കെ ഒന്ന് കൊടുത്ത് അവളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് ഞാൻ വീഡിയോ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിയുന്നതിന് മുന്നേ ഞാൻ മുറ്റമൊക്കെ തൂക്കുന്ന വീഡിയോസ് എടുത്തില്ല. മുറ്റമൊക്കെ തൂക്കാനുള്ളത് തൂത്തു. അപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കുളി കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അതുപോലെ ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയാം. ബാക്ക്ഗ്രൗണ്ടിൽ വേറൊന്നുമല്ല, അമ്പലത്തിൽ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പാട്ടിട്ടേക്കുവാണ്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഞങ്ങളുടെ കുട്ടി വ്ളോഗാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബേബി, സീ യു. അൻപി മോളു ടാറ്റ പറഞ്ഞേ. ടാറ്റ.